ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 99ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിലേക്ക് പോയാലോ? വേണ്ട, ഇനി പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ റെഡിയായി വാ, ഞങ്ങൾ പുറത്ത് കാണും. ശിവ കുഞ്ഞുമായി പുറത്തേക്ക് നടന്നു. അവൻ പറഞ്ഞ വാക്കുകൾ പാർവണിയെ ചുട്ടുപൊള്ളിച്ചിരുന്നു. അവൻ പറഞ്ഞ എല്ലാം സത്യമാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ കാലങ്ങളാണ്, നിമിഷങ്ങളാണ് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവൾ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ചുറപ്പിച്ച് പോവാനായി റെഡിയായി. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലാക്കി പുറത്തേക്ക് നടന്നു. പാർവണ കൂടെ വന്നതും അവർ ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. കാർ വിളിച്ചിട്ടാണ് അവർ എയർപോർട്ടിലെത്തിയത്. വൈകുന്നേരത്തോടുകൂടെ അവർ വീട്ടിലേക്ക് എത്തി. ഗേറ്റ് കടന്ന കാർ വീടിന് മുന്നിലെത്തിയതും പാർവണിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഉമ്മർത്ത് അവരെ കാത്ത് എന്ന പോലെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ, ദേവു, ആരു, ശിവാനി, അമ്മു, മുത്തശ്ശി, ബദ്രി, പാർവണിയുടെ അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ശിവക്കുഞ്ഞിനെയും കൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി. പിന്നാലെ രശ്മിയും കണ്ണനും. നീ എന്താ ഇറങ്ങണില്ലേ? കാറിൽ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശം? തിരിഞ്ഞെന്ന് ശിവ അവളോടായി ചോദിച്ചു. അത് കേട്ട് പാർവണ ചെറിയൊരു മടിയോടെ കാറിൽ നിന്ന് ഇറങ്ങി. മോളെ തുമ്പി! അമ്മ ഒരു കരച്ചിലോടെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അതിന് പിന്നാലെ അച്ഛനും. ഇത്രയും കാലം കാണാതിരുന്ന സങ്കടം അവർ ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നു. അത് കണ്ട് പാർവണയ്ക്ക് എന്തോ കരച്ചിൽ വന്നിരുന്നു. നിങ്ങൾ 3 പേർ മുറ്റത്ത് നിന്ന് കരയാൻ തന്നെയാണ് പരിപാടി. ബാക്കി കരച്ചിൽ അകത്ത് ചെന്നിട്ടാവാം. അവരെ കളിയാക്കിക്കൊണ്ട് ആരു പറഞ്ഞു. എൻ്റെ കൊച്ചിനെ വെറുതെ കളിയാക്കണ്ടാട്ടാ. ദേവിയുടെ അമ്മ പാർവണിയുടെ കൈ പിടിച്ച് ഹാളിലേക്ക് നടന്നു. അവർക്ക് പിന്നാലെ എല്ലാവരും ഹാളിലേക്ക് വന്നു. എല്ലാവരും പാർവണിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇവരെല്ലാവരെയും വിഷമിപ്പിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. പക്ഷേ ഇവരിൽ ഒരാൾ പോലും എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ച് സങ്കടപ്പെടുത്തുന്നു പോലുമില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ചേച്ചി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടാ? ശിവാനിയും അമ്മുവും പാർവണിയുടെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അങ്ങനെ മറക്കാൻ പറ്റുമോ? പാർവണ അവരെ രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കി എല്ലാവരും ശിവയുടെ കയ്യിലുള്ള കുഞ്ഞിനെ താലോലിക്കുന്ന തിരക്കിലായിരുന്നു. അവരുടെ എല്ലാവരുടെയും സ്നേഹം കണ്ട് പാർവണയുടെയും കണ്ണു നിറഞ്ഞു. അപ്പോഴാണ് കുറച്ച് മാറി അപ്പുറത്തായി നിൽക്കുന്ന രേവതിയെ പാർവണ കണ്ടത്. അകലേക്ക് നോക്കി കാര്യമായ എന്തോ ആലോചനയിലാണ്. ഞാനിപ്പോൾ വരാം, അമ്മുവിനോട് ശിവാനിയോടും പറഞ്ഞ പാർവണ എഴുന്നേറ്റ് രേവതിയുടെ അരികിലേക്ക് നടന്നു. ഇവിടെ നിന്നും പോയതിനു ശേഷം ആരെക്കുറിച്ച് അന്വേഷിക്കുക കൂടെ ചെയ്തിട്ടില്ലായിരുന്നു. ദേവു പ്രഗ്നൻ്റ് ആണെന്ന് അവളെ കണ്ടപ്പോൾ തന്നെ പാർവണിക്ക് മനസ്സിലായിരുന്നു. തന്നെ നോക്കി പുഞ്ചിരിച്ചു വരുന്ന പാർവണിയെ കണ്ടതും രേവതി മുഖം തിരിച്ചെന്നു. ദേവു, അവൾ ഇടറിയ ശബ്ദത്തോടെ വിളിച്ചു. പക്ഷെ രേവതി മൈൻഡ് ചെയ്തില്ല. എന്നോട് നിനക്ക് ദേഷ്യമാണോ? പാർവണ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ആരുടെയും ദേവുമല്ല. പിന്നെ എനിക്ക് നിന്നെ അറിയില്ല. ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കണം? ദേഷ്യത്തിലാണ് പറഞ്ഞെങ്കിലും ദേവുവിന് സ്വരം ഇടറിയിരുന്നു. ഞാൻ നിന്റെ ആരുമല്ലേ ദേവു? വേറെ കണ്ണുകളോടെ പാർവണ ചോദിച്ചതും ആ നോട്ടത്തെ താങ്ങാനാവാതെ രേവതി തലതിരിച്ചു. പറ ദേവു, ഞാൻ നിന്റെ ആരുമല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. എനിക്ക് നീ ആരൊക്കെയായിരുന്നു, പക്ഷെ നിനക്ക് ഞാൻ ആരുമല്ല എന്ന് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മനസ്സിലായേ. അങ്ങനെയായിരുന്നെങ്കിൽ ഒന്നും പറയാതെ എന്നെ വിട്ടു പോവുമായിരുന്നു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഒരു വാക്കുറി എന്നെക്കുറിച്ച് ആലോചിച്ചോ? അന്വേഷിച്ചോ? ഒരു കോളെങ്കിലും ചെയ്തോ? അത് പറഞ്ഞപ്പോഴേക്കും രേവതി കരഞ്ഞു പോയിരുന്നു. സോറി ഡി, വേണമെന്ന് വെച്ചിട്ടല്ല. അത് പറഞ്ഞ പാർവണി രേവതിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല തുമ്പി. എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയതിനുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രേവതിയും കരയാൻ തുടങ്ങി. ഇവരൊക്കെ എന്താളി എങ്ങനെ ചെറിയ കാര്യത്തിന് പോലും വെറുതെ കരയണേ? സില്ലി ഗേൾസ്. ആരോ ശിവയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. എൻ്റെ പുന്നാരളിയനെ ഞാനൊന്ന് കാണാതിരിക്കായിരുന്നു. അമ്മേ, കുഞ്ഞിനൊന്ന് പിടിച്ചേ. ശിവ കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താളിയാ? ആരാകാംക്ഷയോടെ ചോദിച്ചു. തീരക്ക് പിടിക്കാതളിയാ, ഇങ്ങോട്ട് വാ. അത് പറഞ്ഞ് ആരുവിൻ്റെ കൈ പിടിച്ച് ശിവ മുറ്റത്തേക്ക് നടന്നു.
നിനക്കുള്ള പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ടാരും, സൂക്ഷിച്ചോ. തോളി കൈയിട്ട് നിൽക്കുന്ന അളിയനെയും നോക്കി കൊണ്ട് ആർദ്രവും മനസ്സിൽ പറഞ്ഞു. ഒപ്പം തന്റെ നടുവൊന്ന് തടവുകയും ചെയ്തു. എന്താ അളിയ കാര്യം, പറയ്. മുറ്റത്തേക്ക് ഇറങ്ങിയതും ആരോ ശിവയെ നോക്കി ചോദിച്ചു. പറയാനല്ല അളിയ ഉള്ളത്, തരാനാണ്. അളിയൻ കുറച്ചിങ്ങോട്ട് നീങ്ങുന്നേ. ശിവ ആരുവിനെ കുറിച്ച് ഫ്രണ്ടിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ മുന്നിലേക്ക് കയറിയുന്നതും ശിവ അവനെ കുനിച്ചു നിർത്തി അവന്റെ പുറത്തിന് നല്ല തല്ലു കൊടുത്തു. അയ്യോ, എന്നെ കൊല്ലുന്നേ, ആരെങ്കിലും ഓടിവായോ. ആരു ഒച്ച വെക്കാൻ തുടങ്ങിയെന്ന് ശിവ ഒരു കൈ കൊണ്ട് അവന്റെ വാപ്പൊത്തി പിടിച്ചു. ശേഷം അവനെ നേരെ നിർത്തി. നീ എന്നോട് എന്താ പറഞ്ഞേ? പാറുവിനെ എവിടെയാണെന്ന് നിനക്ക് അറിയില്ല എന്നല്ലേ? ഇനി അഥവാ അറിയുകയാണെങ്കിൽ തന്നെ എന്നോട് പറയാതിരിക്കുമെന്നല്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തേ? ശിവ അവനെ കൈ പിടിച്ചോണ്ട് തിരിച്ചോണ്ട് പറഞ്ഞു. അയ്യോ അളിയ വീട്, ഈ മസിൽ വെച്ചിരിക്കുന്ന കൈ കൊണ്ട് എനിക്കൊന്ന് കിട്ടിയ പിന്നെ എനിക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റില്ല. ചേട്ടന്റെ പെങ്ങള് തന്നെ വിധേയാവ്, അത് ഓർത്താന്നല്ല കേട്ടാ. ആരു വേദനയിലും പറഞ്ഞൊപ്പിച്ചു. ശിവാനി ഓർത്ത് മാത്രമാണ് കൂടുതലൊന്നും ചെയ്യാതെ ഞാൻ നിന്നെ വെറുതെ വിടുന്നേ. ശിവ അവന്റെ കയ്യിൽ നിന്ന് പിടിപിടിച്ചോണ്ട് പറഞ്ഞു. എന്റെ ലോഹിനാർക്കാവിൽ അമ്മേ നീ കാത്തു. ചെറുതായി തന്നത് തന്നെ ഇങ്ങനെ, വലുതായി തന്നാ പിന്നെ നിലത്ത് നിന്ന് പെറുക്കിയടിക്കാണ്ട് വന്നാണ്. ആര് പറഞ്ഞു? എന്റെ പുന്നാര അലിയൻ, ഷർട്ടൊക്കെ ശരിയാക്കിയിട്ട് അകത്തേക്ക് പോവാ, അവിടെ എല്ലാരും കാത്തിരിക്കുക. ഷർട്ടിന്റെ സ്ലീവ് ഒന്ന് മടക്കി വെച്ച് പറഞ്ഞുകൊണ്ട് ശിവ അകത്തേക്ക് നടന്നു. ശിവ അകത്തേക്ക് പോയത് ആർദ്ര പുറത്തേക്ക് ഇറങ്ങുന്ന ഒരുമിച്ചായിരുന്നു. എന്താടാ അളിയനും തമ്മിലൊരു സ്നേഹപ്രകടനം? ആർദ്ര അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്റെ കണ്ണാ, അവൻ നടുവിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അതെ, ഓർമ്മിപ്പിക്കാതിരിക്കുന്ന എനിക്കും നല്ലത്. ആർദ്രവും തന്റെ നടു കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോ നിനക്കും കിട്ടിയല്ലേ? ആര് ചോദിച്ചു. അതൊക്കെ രാവിലെ തന്നെ കിട്ടി ബോധിച്ച്, അവനും തിരിച്ച് ചിരിയോടെ പറഞ്ഞു. ശിവ തിരിച്ചു വന്നപ്പോഴേക്കും സെന്റി സീനെല്ലാം മാറി എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് രണ്ടമ്മമാരും ദേവും പാർവണയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മറുഭാഗത്ത് അമ്മുവും ശിവാനിയും രശ്മിയും കൂടെ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. മുറ്റത്ത് ആർദ്രവും ഭദ്രയും കണ്ണനും കളി ചിരിയോടെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ മാത്രം അതിൽ നിന്നെല്ലാം അകന്നൊറ്റക്കിരിക്കുകയാണ്, പാർവണയുടെ അച്ഛൻ. അത് കണ്ടതും ശിവ അച്ഛൻ്റെ അരികിൽ ചെന്നിരുന്നു. പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ഇരുവരും മൗനമായിരുന്നു. അച്ഛാ, അവൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. മറുപടിയായി ഒരു കരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ശിവ അച്ഛനെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തെ ആകുലതകളും സങ്കടങ്ങളെല്ലാം അച്ഛൻ കരഞ്ഞു തീർത്തു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, കാരണം തിരിച്ചു വന്നല്ലോ അച്ഛാ, ഇനി എന്തിനാ സങ്കടപ്പെടണേ? ശിവ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. അച്ഛൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അല്ല അച്ഛാ, വളരെ കുറച്ചു കാലം മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ആ കുറച്ചു കാലം അവൾ എനിക്ക് തന്ന സ്നേഹമില്ലേ, അതാണ് എനിക്ക് ഈ നിമിഷം വരെ ജീവിക്കാനുള്ള ശക്തി തന്നെ. അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും പറഞ്ഞു. പിന്നീട് ആ വീട് മുഴുവൻ ഒരു ആഘോഷ പ്രതീതിയായിരുന്നു. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. എല്ലാം പഴയ പോലെ ആയെങ്കിലും ഒന്നു മാത്രം അതുപോലെ നിൽക്കുന്നു. ശിവ, അവനിലേക്ക് അടുക്കാൻ കഴിയണില്ല. ഞാൻ അവനോട് ചെയ്ത തെറ്റാന്ന ബോധം മനസ്സിലുള്ളത് കൊണ്ടാവാം ആ പഴയ പാർവണയാവാൻ പറ്റുന്നില്ല. അവള് ഓരോന്നാലോചിച്ച ബെഡിലിരിക്കുകയാണ്. കുഞ്ഞിറങ്ങിയതും അവൾ കുഞ്ഞിനെ എടുത്ത് തൊട്ടിലേക്ക് കിടത്തി. ശേഷം ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. സമയം കുറേ ആയിട്ട് ശിവയെ കാണുന്നില്ല. ബെഡ് റെസ്റ്റിൽ അങ്ങനെ ചാരി ഇരുന്ന പാർവണ എപ്പോഴും ഉറങ്ങിപ്പോയി. ഫോണിന്റെ റിങ് കേട്ടാണ് പാർവണ കണ്ണു തുറന്നത്. ശിവ വന്നിട്ടില്ല. തൊട്ടിലുള്ള കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. ടേബിളിന് മുകളിൽ നിന്ന് ഫോൺ എടുത്ത നമ്പർ മാത്രമാണ് ഉള്ളത്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞിരുന്നു. അവളൊരു സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചു അല്ലേ? അതിന് നീ വലിയ വില നൽകേണ്ടി വരും പാർവണ. ഒരു പക്ഷേ അത് നിനക്ക് താങ്ങാൻ പോലും കഴിയില്ല. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു മരിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ സങ്കടം വേറെ എന്താണുള്ളത്? നിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാൾ വലുത് എൻ്റെ വാഹിമുള്ള സന്തോഷമാണ്. നിന്റെ കുഞ്ഞ്, അവളെ ഞാൻ കൊല്ലാൻ പോവാ. മറുഭാഗത്ത് ഒരു പൊട്ടിച്ചിരിയായിരുന്നു. നോ! അവൾ കരഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ചുറ്റും നോക്കിയപ്പോൾ ഇരുട്ടാണ്.
ബെഡ് ലാമ്പിന് ചെറിയൊരു വെളിച്ചം മാത്രം റൂമിൽ തങ്ങി നിൽക്കുന്നുണ്ട്. താൻ കണ്ടത് സ്വപ്നമെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കുറച്ചു നേരം വേണ്ടി വന്നു. നോക്കുമ്പോൾ തൊട്ടരികിൽ കുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. തൻ്റെ മറുവശത്തായി ശിവയും കിടക്കുന്നുണ്ട്. ബെഡ് റെസ്റ്റിലിരുന്ന് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ എങ്ങനെയാണ് താൻ ഇവിടെ വന്നതെന്ന് അവൾക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ശിവയായിരിക്കും ഇറക്കി കിടത്തിയത്. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പാറുണ ബെഡിൽ എഴുന്നേറ്റു. ശരീരമെല്ലാം തളരുന്ന പോലെ, തൊണ്ട വറ്റി വരണ്ടോ. അവൻ ടേബിളിന്റെ മുകളിലിരിക്കുന്ന ബോട്ടിലെടുത്ത് നോക്കിയപ്പോൾ അതിൽ വെള്ളമില്ല. താഴെ പോയി വെള്ളം കുടിച്ച് വരാൻ ഒരു മടി തോന്നിയെങ്കിലും തൊണ്ട ആകെ വറ്റി വരളുന്ന പോലെ അവൾക്ക് തോന്നി. കയ്യിലുള്ള ബോട്ടിലും എടുത്ത് ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് പോയി. മനസ്സിൽ മുഴുവൻ താൻ കണ്ട സ്വപ്നമായിരുന്നു. അയാൾ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വരുമോ? തൻ്റെ ഉമ്മയെ വെച്ച് അനുരാഗിനെ കൊന്ന പോലെ. കറുത്ത രൂപത്തെക്കുറിച്ച് ആലോചിക്കുന്തോറും അവളുടെ മനസ്സിൽ ഒരു തരം പേടി വന്നു നിറഞ്ഞു. സ്റ്റെയറിനരികിലെത്തിയ പാറോണ പെട്ടെന്ന് താഴ്ത്തുകൂടെ ഒരു കറുത്ത രൂപം നടന്നു വരുന്നതുകൊണ്ട് ഒരുമിച്ചായിരുന്നു. അവൾ പേടിച്ചലറിക്കൊണ്ട് തിരിഞ്ഞോടി. എവിടെയോ ചെന്ന് തട്ടിയതും അവൾ പേടിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. അടുത്ത നിമിഷം ശിവയാന്ന് മനസ്സിലായതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു. എന്താ എന്താ പറ്റിയേ? ഈ രാത്രി നീ എങ്ങോട്ടാ പോയേ? ശിവ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ വെള്ളം കുടിക്കാൻ പോയതായിരുന്നു. അവിടെ അവിടെ ആരുണ്ട് ശിവ? അവൾ അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാ. ശിവ അവളെ കൊണ്ട് റൂമിലേക്ക് നടന്നു. അവളെ ബെഡിലിരുത്തിയ ശേഷം ബോട്ടിലെടുത്ത് അവൻ താഴേക്ക് നടന്നു. താഴെ എല്ലായിടത്തും നോക്കിയെങ്കിലും ആരെയും കാണാനില്ല. എന്നാൽ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണർന്നിരുന്നു. കിച്ചണിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് അവൻ റൂമിലേക്ക് തിരികെ വന്നപ്പോഴും പാറുണ പേടിയോടെ ഇരിക്കുകയായിരുന്നു. ദാ വെള്ളം കുടിക്കേ. അവൻ കയ്യിലുള്ള ബോട്ടിൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. പാറുണ വെള്ളം എല്ലാം വാങ്ങി ബോട്ടിലെ വെള്ളം മൊത്തം കുടിച്ചു. ഇനി വേണോ? ശിവ ചോദിച്ചു. വേണ്ട. കുപ്പി അവൻ്റെ കയ്യിലേക്ക് തിരികെ നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാ നീ കടന്നോ. താഴെ ഒന്നും ആരും കണ്ടില്ല കേട്ടോ. അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും. കയ്യിലുള്ള ബോട്ടിൽ ടേബിളിന് മുകളിൽ വെച്ച് ശിവ പെട്ടി വന്ന് കിടന്നു. പാറുണ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. നീ എന്താ കിടക്കുന്നില്ലേ? ശിവ ചോദിച്ചു. എന്നാൽ അതൊന്നും പാറുണ കേട്ടില്ല. അതയാളായിരിക്കും. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വന്നായിരിക്കും. ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ അയാൾക്ക് വിട്ടുകൊടുക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ശിവയുടെ കൈസ്പർശം തോളിലേറ്റതും അവൾ ഞെട്ടിക്കൊണ്ട് എണീറ്റു. എണീക്ക്, വാ കിടക്കാം. ശിവ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടത്തി. തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി കിടക്കുന്ന പാറുണയെ ശിവ തല അല്പം ചേരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താടി? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ എന്തിനാ നിന്നെ വിട്ടു പോയതെന്ന് നിനക്ക് ഒരിക്കൽ പോലും എന്താ നീ ചോദിക്കാത്തേ? അത് ചോദിച്ചും ഗൗരവത്തോടെ നിന്നിരുന്ന ശിവയുടെ മുഖം ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. അതെല്ലാം നിനക്ക് എന്നോട് ഇന്ന് തുറന്നു പറയാൻ തോന്നോ? അന്ന് പറഞ്ഞാൽ മതി. ശിവ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ നെറുകയിൽ ഒന്ന് മുത്തമിട്ട ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് ഉറങ്ങി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. തൻ്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന ആരുവിനെയും ശിവാനെയും നോക്കി ശിവ ചോദിച്ചു. അത് പിന്നെ അളിയ, ചെറിയൊരു കയ്യബദ്ധം, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ആരു വിനയ കുലീനമായി പറഞ്ഞു. നിങ്ങളുടെ എൻഗേജ്മെന്റ് പോലും കഴിയാതെ ഇങ്ങനെ, അപ്പൊ ഒരു ലൈസൻസ് കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? ശിവ കൈ കെട്ടിയെന്നുകൊണ്ട് ചോദിച്ചു. സോറി അളിയ, പാതിരാത്രി ഡ്രൈവ് പോണെന്ന് പറഞ്ഞ് ഇവളാണ് എന്നെ നിർബന്ധിച്ചേ. കൂടെ പോയില്ലെങ്കിൽ ഇവളെന്നെ തേച്ച് വേറെ വല്ല അമേരിക്കൻ സാഹിബിനെ കിട്ടുമെന്ന് പറഞ്ഞു. അതാ ഞാൻ ദുർബല നിമിഷത്തിൽ കൂടെ പോയത്. അല്ല, ഞങ്ങൾ പുറത്തു പോയത് അളിയൻ എങ്ങനെ അറിഞ്ഞു? ആര് സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ ബാക്കി കേൾക്കാൻ നാളെ കണ്ടാൽ മതി കേട്ടോ. ബൈ, താങ്ക് യു.